ഫാൾ സീലിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ ഓസാണ്. 20 mm. ഇത് പൈപ്പ് 20 mm പൈപ്പ്, 20 mm മീഡിയം പൈപ്പ്, അതായത് വളയ്ക്കാവുന്ന മീഡിയം പൈപ്പ്. വളയ്ക്കാവുന്നത് കൊണ്ട് വളയ്ക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇതേപോലെ ഈ സ്കെൽട്ടൺ, അതായത് ഫാൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജംഗ്ഷൻ ഉപയോഗിക്കുക, ടീം എൽബോ എന്ന് ഉപയോഗിക്കരുത്. ജംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്കെൽട്ടൺ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വയറിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചുമപ്പ് ടേപ്പ് അടിച്ചിരിക്കുന്നത് ഇത് LED ഉള്ളതാണ്. ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വഴി വയറ് കൊരുത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കണ്ട, ചുമപ്പ് ടേപ്പ് കാണുന്നത് LED സ്ട്രിപ്പ് ഇട്ടിരിക്കുന്നതാണ്. LED സെപ്പറേറ്റ് സ്ട്രിപ്പ് ഇടുക, ഫാന് സെപ്പറേറ്റ് കണക്ഷൻ ഇടുക. ഇതാണ് LED ആണ് അതിൻ്റെ വെട്ടമാണ് കാണുന്നത്, ലൈറ്റ്. അതായത് ഇതേപോലുള്ള LED സ്ട്രിപ്പുകൾ ഇത് ചാനലിൻ്റെ അകത്ത് ഒട്ടിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചാനലിൻ്റെ അകത്ത് അപ്പോൾ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ് ചെയ്തിട്ട് വെട്ടമൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇത് ഒരു LED ലൈറ്റ്. റീലിൽ നിന്ന് 2 വയറാണ്, അതായത് 1 mm വയർ. ഇത് കണ്ട, ജംഗ്ഷൻ വഴി ന്യൂട്രും ഫേസും ഇങ്ങനെ ജംഗ്ഷനകത്തൂടെ കയറി ഈ സ്കെൽട്ടണൊക്കെ നേരത്തെ ഫാൾ സീലിങ്ങിന് മേളിൽ വെച്ച് ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ട അതിനകത്തൂടെ കൊരുത്ത് ഇവിടെ കൊണ്ടിറങ്ങി ന്യൂട്രും ഫേസ്. എന്നിട്ട് അതിൻ്റെ അകത്ത് 1 മീറ്റർ അങ്ങിട്ടേക്കുക നീളം. നല്ല ലെങ്ത് ഇട്ടുക. നല്ല ലെങ്ത് ഇട്ട് കഴിഞ്ഞാൽ ഫാൾ സീലിങ്ങിൽ ലാമ്പൊക്കെ പിടിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആ ന്യൂട്രും ഫേസും വന്ന്, എന്നിട്ട് ഇതാ ഈ ഫ്ലെക്സ്, കറുത്ത ഫ്ലെക്സ് നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ചല്ലേ, അതിട്ടിട്ട് കണക്ഷൻ കൊടുത്ത് കെട്ടി അങ്ങ് ഇടുക. എന്നിട്ടുണ്ട് അതങ്ങോട്ട് മടക്കി അങ്ങോട്ട് വലിക്കുന്നതാണ് കാണിക്കുന്നുണ്ട്. മടക്കി അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓരോ മീറ്റർ ലെങ്ത് അങ്ങ് ഇട്ടേക്കുക. എന്നിട്ട് ആ വയർ ഇതങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ റീലിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി കയറി വരും. അപ്പോൾ അതിങ്ങനെ ഈ രീതിയിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് മടക്കി വലിക്കുന്നതായിട്ടാണ്. അതങ്ങോട്ട് ഇങ്ങനെ മടക്കി രണ്ടും കൂടെ ഒരുമിച്ചാണ് പിടിക്കേണ്ടത്. രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് വലിച്ചങ്ങ് എടുക്കുക. വലിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിൽ വരും അല്ലേ. ഇനി അടുത്ത ബ്ലാക്ക് വയറും കൂടെ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് മടക്കുക. അതിനകത്തൂടെ വലിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വയറും കൂടെ വന്ന് ഇതേപോലെ കിടക്കും. ഓരോ വയറായിട്ട് മടക്കി എടുക്കേണ്ട കാര്യമല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ട്. അതല്ലെങ്കിൽ ലൂപ്പ് വയറുകൾ തുണ്ട് വെട്ടിയൊക്കെ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതും അതേപോലെ തന്നെ മടക്കി അങ്ങ് വലിക്കുക.
അപ്പോൾ ഈ മടക്കി ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്തിലങ്ങ് ഇടുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു ഉപേക്ഷയും വിചാരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഫ്ലെക്സിബിൾ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഏറ്റവും അറ്റത്തൊരു കെട്ടിടുക. അപ്പോഴത്തേക്ക് ഇത് പിന്നെ കയറിയൊന്നും പോകത്തില്ല. എന്നിട്ട് കണക്ടർ ഇട്ടാക്കുക. എന്നിട്ട് ന്യൂട്രലുകളെല്ലാം അങ്ങ് ജോയിൻ്റ് ചെയ്തിട്ടാക്കണം. ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണത്, ന്യൂട്രലുകൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ജോയിൻ ചെയ്യുക. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതും അതുപോലെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ എത്ര പോയിൻ്റായി? ഇതെല്ലാം ഇങ്ങനെ അത് ഇതുണ്ട്. മടക്കി വലിക്കുന്നതനുസരിച്ച് റീലിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നുകൊണ്ടേയിരിക്കും. 1 mm വയറാണ് അത്. ആ ഒരു എല്ലാത്തിനും ഒരേ ലെങ്ത്, നല്ല ലെങ്ത്. ആ ലാമ്പ് കണക്ക് കൂട്ടിട്ട് 1 മീറ്ററോളം അങ്ങ് ഇടുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും അറ്റത്ത് പിന്നീട് കണക്ടർ ഇട്ടിരുന്നാൽ വളരെ നല്ലതാണ്. കണക്ടർ ഇടണമെന്ന് നിർബന്ധമല്ല, ഇടണമെന്ന് ഉണ്ടെങ്കിൽ ഇടാം. ഇനി അതിന് പാരലായിട്ട് ഇപ്പുറത്തോട്ട് വേണമെങ്കിലും 2 വയറിഞ്ഞോട്ട് ഇട്ടാൽ കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റായി. ഉണ്ട്. ഒരു ന്യൂട്രലെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇനി അടുത്ത ഒരു ഫേസ് എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉണ്ട്. 2 വയർ. എന്നിട്ട് അതും ഫ്ലെക്സ് ഇട്ട് ഇതുപോലെ ഇടുക. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ തന്നെ. അതാണ് ഈ ജംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം. അതാണ്, ജംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇങ്ങനെ കുരുത്തൊക്കെ എടുക്കാൻ. അതേസമയം ടീ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടീ ഇട്ടാലും ചെയ്യാം, പക്ഷെ വളരെ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യമേ സ്കെൽട്ടൺ വെച്ച് ഇതുപോലെ പ്ലാൻ ചെയ്ത് അങ്ങ് കെട്ടുക. എല്ലാം ടാഗ് ഇട്ട് അങ്ങ് ഈ ഫാൾ സീലിങ്ങിൻ്റെ ആ ആംഗ്ലറിൻ്റെ മുകളിൽ വെച്ച് അങ്ങ് കെട്ടുക. ഇനി അതുപോലെ തന്നെ അപ്പുറത്തോട്ട്. ഇങ്ങനെ പാരലായിട്ട് എത്ര പോയിൻ്റ് വേണമെങ്കിലും. ഇപ്പോൾ എത്ര പോയിൻ്റായി? മൊത്തം 6 or 7 എണ്ണമായി. 7 പോയിൻ്റായി അല്ലേ? എന്നിട്ട് ഇതാണ് ഫ്ലെക്സിബിൾ. ഇതുപോലെ കറുത്ത ഫ്ലെക്സിബിൾ കട്ട് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ പൈപ്പ് 20 mm ഫ്ലെക്സിബിൾ പൈപ്പ് അതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എല്ലാത്തിലും ഫ്ലെക്സിബിൾ ഉപയോഗിച്ചിടണം. സാധാരണ വെറും വയറ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്നിട്ട് അത് 1 മീറ്റർ ലെങ്ത് എല്ലാത്തിനും മിനിമം. അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് പിടിച്ചെടുക്കാനും എടുത്തിടാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അവിടെ 1 2 3 4 5 6 7. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ന്യൂട്രൽ വേണം. ഇത് 7 ലാമ്പ് ചേർത്ത് ഒരു ന്യൂട്രൽ ഇടാം. എത്ര ന്യൂട്രൽ? സാധാരണ 8 ലാമ്പിന് ഒരു ന്യൂട്രൽ എന്നുള്ള രീതിയിലിടാം. ഫാന് സെപ്പറേറ്റ് ന്യൂട്രൽ ഫേസ് വിടണം. പിന്നെ LED സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ന്യൂട്രൽ ഫേസ് വിടണം. LED നേരത്തെ കാണിച്ചില്ല, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലേ? ഇപ്പോൾ LED ഒക്കെ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ചാനൽ എടുത്തിട്ട് ചാനലിൻ്റെ പുറത്ത് അത് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ചതിന് ശേഷം എടുത്തങ്ങോട്ട് അതിൻ്റെ ഇടയിലോട്ട് ഈ ഫാൾ സീലിങ്ങിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.